ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. നമുക്കറിയാം, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനം ഈ സാഹോദര്യം എല്ലാ രീതിയിലും അന്വർത്ഥമായിക്കൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിക്കൊരു ക്ഷീണം ഉണ്ടായപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു സഹകരണം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ വയ്യ. ഓണത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാവുന്നതാണ്. ഓണത്തിൻ്റെ പുറകെ ഐതിഹ്യം മഹാബലി തമ്പുരാൻ്റെ മുന്നിൽ 3 അടി മണ്ണ് ചോദിച്ചു വരുന്ന ആ ഒരു ഐതിഹ്യം. ആദ്യത്തെ ഒരു ചുവടുവെപ്പിൽ ഭൂമിയും രണ്ടാമത്തെ ചുവടുവെപ്പിൽ ആകാശവും തീർത്ത വാമൻ്റെ മുന്നിൽ 3ാമത് ചുവടെവിടെ വെക്കും എന്ന് ചോദിച്ച മഹാബലി തമ്പുരാൻ സ്വന്തം ശീർഷം നമിച്ചുകൊണ്ടാണ് അത് ഉത്തരം നൽകിയത്. വാമനൻ ദുഷ്ടവാക്കോടെയാണ് മഹാബലി തമ്പുരാൻ മുമ്പിൽ എത്തിയിട്ടുള്ളതെങ്കിലും ഇവിടെ ആ ഒരു 3 ചുവടുവെപ്പ് നമുക്ക് നല്ല ഉദ്ദേശത്തിലേക്ക് ഇടയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി ചിന്തിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമുക്ക് 3 ചുവടുവെപ്പിലൂടെ നമ്മുടെ ഈ ഓണം മുതൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും. ഒന്ന്, അസൂയയ്ക്കും വിദ്വേഷത്തിനെതിരെ ഉള്ള ചുവടുവെപ്പ് ആണെങ്കിൽ, രണ്ടാമത്തെ ചുവടുവെപ്പ് പരസ്പര സഹകരണത്തിനും കാരുണ്യത്തിനുമെതിരെ നിൽക്കുന്ന മനോഭാവത്തിനെതിരെയുള്ള ചുവടുവെപ്പ് വെച്ചുകൊണ്ട്, 3ാമത്തെ ചുവട് മുൻവിധിക്കെതിരെയുള്ള ചുവടുവെപ്പ് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതവും സമൂഹത്തിനെയും മാറ്റിമറിക്കാം എന്ന ഒരു ചെറിയ ആശയം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നന്ദി.